നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരും ദിവസങ്ങളിൽ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചൈനയും വിയറ്റ്നാമും ഉൾപ്പെടെ ഏഷ്യൻ മേഖലയിൽ രൂപപ്പെട്ട ശക്തമായ വിഭാഗ് ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താലാണ് സംസ്ഥാനത്ത് മഴയുടെ സാധ്യത ഉയർന്നത്. ഇതിന്റെ പ്രതിഫലനം വെള്ളിയാഴ്ച മുതൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി. ജാഗ്രതാ നിർദ്ദേശങ്ങളുടെയും മുൻകരുതലുകളുടെയും മുന്നോട്ടു പോകുവാൻ അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിതീവ്ര ചുഴലിക്കാറ്റായി വിഭാഗ് ചക്രവാത ചുഴിയായി ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കും. ഇതിന്റെ സ്വാധീനത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിഗമനം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ജൂലൈ 26 വരെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് മുംബൈ, പൂനെ, റായ്ഗഡ്, ഗോവ എന്നിവിടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രദേശങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ തുടർച്ചയായി മഴ ലഭിക്കുന്നതിനാൽ ജമ്മു കാശ്മീരിലെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ആദിലാബാദ്, കുമരം ഭീം, മഞ്ചേരിയിൽ ജെ, ഭൂപാൽപള്ളി, ബിജാപൂർ, മുളുഗു, കൊത്തഗുഡെ, ഈസ്റ്റ് ഖാസി ഹിൽഡ്, വെസ്റ്റ് ജയന്തിയ ഹിൽസ്, ഈസ്റ്റ് ജയന്തിയ ഹിൽസ്, മുസാഫറാബാദ്, ലേ, ബന്ദിപ്പോര, കുപ്വാര, ബയാമുള്ള, പൂഞ്ച്, ബുഡ്ഗാം, ശ്രീനഗർ, പുൽവാമ, ഗന്ദർബാൽ, കതുവ, ഉദമോപൂർ, സാംബ, ഗുൽഗാം, രജൌരി, മീർപൂർ, കിശ്വാത്താർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഡൽഹി NCRൽ ഇന്ന് വീണ്ടും കനത്ത മഴ പെയ്തിട്ടുണ്ട്. രാത്രിയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് IGA വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരുന്നു. വിമാന സർവീസുകളൊന്നും തന്നെ തടസ്സപ്പെട്ടില്ല. വടക്ക് കിഴക്കൻ, തെക്കു കിഴക്കൻ ഡൽഹി എന്നിവിടങ്ങളിൽ IMD റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു. മേഖലയിലുടനീളം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റുമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ ഡൽഹി, IDO, മെഹ്റൌളി, ഗുർഗാവ് റോഡ് എന്നിവിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് റിപ്പോർട്ട് ചെയ്തു. മുംബൈ സബർബൻ, രത്നഗിരി, പാൽഘർ, ബുൽദാന, അകോള, റായ്ഗഡ്, സിന്ധുദുർഗ്, പൂനെ, സത്താറ, കോലാപൂർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. വടക്കൻ, തെക്കൻ ഗോവ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ IMD ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. അതേസമയം കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ കിഴക്കൻ പടിഞ്ഞാറൻ ഹൈവേകൾ സെന്റോർ പാലം, മക്കോള, കുർല, SCLR, ജോഗേശ്വരി, SPRF ഗേറ്റ്, അന്ധേരി, സർവേ എന്നിവിടങ്ങളിൽ കടുത്ത ഗതാഗതക്കുരുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിമാന സർവീസുകളെ മഴ ബാധിക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സാമ്പത്തിക തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തതിനാൽ ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ഇത് 30 ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾ വൈകുന്നതിന് കാരണമായി. മഴയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കാരണം യാത്രക്കാർ നേരത്തെ എത്തണമെന്നും കാലതാമസം പ്രതീക്ഷിക്കണമെന്നും എയർലൈൻസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.